നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിപ്പാട് കരുവാറ്റയിൽ വാടക വീട്ടിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാടിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിലപിടിപ്പുള്ള ഐഫോണും ആഡംബര ബൈക്കുകളും സ്വന്തമാക്കാൻ കൗമാരക്കാർ നടത്തിയ അസാധാരണമായ കൊട്ടേഷൻ കൊലപാതകമാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം 4 കൗമാരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട വയോധികന്റെ ബന്ധുവായ 13-കാരി നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് പരവൂർ സ്വദേശികളായ 3 കൗമാരക്കാർ ദാരുണമായ ഈ കൃത്യം നടത്തിയത്. മോഷണം നടത്താനും അതിന് തടസ്സം നിന്നപ്പോൾ കൊലപാതകം നടത്താനുമായിരുന്നു സംഘത്തിന്റെ പദ്ധതി. 13-കാരിക്ക് ഐഫോൺ വാങ്ങുന്നതിനും മറ്റു പ്രതികൾക്ക് ബൈക്കുകൾ വാങ്ങുന്നതിനുമായി പണം കണ്ടെത്താനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. കൃത്യം നിർവഹിച്ച ശേഷം കൊലപാതകത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ 13-കാരിയെ പ്രതികൾ തത്സമയം കാണിച്ചു കൊടുത്തു എന്ന ഞെട്ടിക്കുന്ന വിവരവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ കൗമാരക്കാരുടെ ക്രിമിനൽ ചിന്താഗതി എത്രത്തോളം ഭയാനകമായി മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഞായറാഴ്ച രാത്രിയായിരുന്നു കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. മകൾ പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിയതിനാലും ഭാര്യ കൂട്ടിരിപ്പിനായി പോയതിനാലും വയോധികൻ വീട്ടിൽ തനിച്ചായിരുന്നു. ഈ അവസരം കൃത്യമായി മനസ്സിലാക്കിയാണ് കൗമാര സംഘം കരുവാറ്റയിലെ വാടക വീട്ടിലെത്തിയത്. വീടിന്റെ അടുക്കള വാതിലൂടെയാണ് സംഘം അകത്ത് കയറിയത്. അടിഭാഗം ഷീറ്റും മുകൾ ഭാഗം ഗ്രില്ലുമുള്ള വാതിലിൽ ഗ്രില്ലിലൂടെ കൈയിട്ട് അകത്തെ സാക്ഷ്യം മാറ്റിയാണ് അക്രമികൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. മോഷണ ശ്രമം തടയാൻ ശ്രമിച്ചതോടെയാണ് വയോധികനെ ഇവർ ആക്രമിച്ചത്. തറയിൽ വീണ വയോധികന്റെ കൈകാലുകൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തുണികൾ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി തുടർന്ന് കഴുത്തിൽ പുതപ്പും തുണിയും വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. മുഖത്തും തറയിലും രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം നിർവഹിച്ച ശേഷം വീടിനുള്ളിലെ അലമാരകൾ കുത്തി തുറന്ന് 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും സംഘം അപഹരിച്ചു. വസ്ത്രങ്ങളും സാധനങ്ങളും തറയിൽ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. കൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടാനും ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നു. വീടിന്റെ പ്രധാന വാതിൽപ്പടികളിലും തറയിലും അടുക്കളയിൽ നിന്നെടുത്ത മുളക് പൊടി വിതറിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കൊലപാതകം നടത്തിയ അതേ അടുക്കള വാതിലൂടെ പുറത്തിറങ്ങി ഗ്രില്ലിലൂടെ കൈയിട്ട് വീണ്ടും സാക്ഷിയിട്ടാണ് ഇവർ മടങ്ങിയത്. തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ കൊച്ചുമകളും അയൽവാസിയും എത്തി പരിശോധിച്ചപ്പോഴാണ് ഡൈനിങ് റൂമിൽ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വീടുപണിയുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. പോലീസിനായി ഓടിയെത്തിയത് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലേക്കായിരുന്നു. എന്നാൽ ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സൈബർ സെല്ലും നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ചില ഫോൺ കോളുകളും സോഷ്യൽ മീഡിയ സന്ദേശങ്ങളും പിന്തുടർന്ന പോലീസ് ഒടുവിൽ കൗമാര സംഘത്തിലേക്ക് എത്തുകയായിരുന്നു. കൊല്ലം പരവൂർ സ്വദേശികളായ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവർ മണിക്കൂറുകളോളം സ്ഥലത്ത് പരിശോധന പൂർത്തിയാക്കി. പ്രായപൂർത്തിയാകാത്തവരായിരുന്നതിനാൽ കസ്റ്റഡിയിലുള്ള 4 പേരുടെയും വ്യക്തിവിവരങ്ങളോ തിരിച്ചറിയൽ സൂചനകളോ പുറത്തുവിടാതെയാണ് പോലീസിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഇവരെ ഹാജരാക്കും. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ പ്രതികൾ ആരെങ്കിലും സമീപിച്ചിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമവാസനകളും ആഡംബര മോഹങ്ങളും ഞെട്ടലോടെയാണ് പ്രദേശവാസികളും പൊതുസമൂഹവും നോക്കിക്കാണുന്നത്.